കരിവള്ളൂർ കൊടക്കാട് സ്വദേശിയായ അനന്തു രമേശിന്റെ ചിത്രശില്പ പ്രദർശനം കളേഴ്സ് മാജിക് എന്ന പേരിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗാലറിയിൽ നടക്കുകയാണ്. അനന്തുവാണ് ഇപ്പൊ നമ്മുടെ കൂടെ ചേരുന്നത്. അപ്പൊ അനന്തു, എത്ര ചിത്രങ്ങളുണ്ട് ഇവിടെ പ്രദർശനത്തിന്? ഇപ്പൊ 27 പിന്നെ 3 ശില്പമുണ്ട്. അപ്പൊ ചെറിയ പ്രായത്തിൽ മുതലേ അനന്തു ചിത്രം വരക്കാറുണ്ടോ? അത് ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ അങ്ങോട്ട് വരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ +2 കഴിഞ്ഞ ശേഷം ഇതിന് മെയിനായിട്ട് ഇറങ്ങി. അതായത് ചെറുതായിട്ട് വരക്കലുണ്ടായിരുന്നു. അപ്പോൾ ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലയിൽ തന്നെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയത് +2 ശേഷമാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ മോഡേൺ ആർട്ട് ഉണ്ട്, അതുപോലെ പിന്നെ ഒരുപാട് കണ്ടംപററി ആയിട്ടുള്ള വർക്കുകളുണ്ട്. അപ്പോൾ ഏത് ചിത്രമാണ് അനന്തൂര് വരക്കാൻ കൂടുതൽ താല്പര്യമുള്ളത്? എനിക്ക് വാട്ടർ കളറിൽ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് ഇതിൽ റിയലിസ്റ്റിക് ആയിട്ട് ഇഷ്ടമല്ല, മറ്റേ മോഡേൺ ആർട്ടിനെ കാട്ടുന്ന നല്ലോണം റിയലിസ്റ്റിക് ആയി ചെയ്യുന്ന ഇഷ്ടം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാണ്? ഏത് വരെയാണ് ഇഷ്ടപ്പെടുന്നത്? വാട്ടർ കളറിൽ. അപ്പോൾ നമുക്കിപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ കളേഴ്സ് മാജിക് ആണ് പേര് അല്ലെ ചിത്ര പ്രദർശനത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ മാജിക് തന്നെയാണ് ഇവിടെ തീർത്ത് വെച്ചിരിക്കുന്നത് അനന്തു. അപ്പോൾ ഏത് ചിത്രമാണ് പിന്നെ കൂടുതൽ സമയം എടുത്ത് ചെയ്തിട്ടുള്ളത്? വാട്ടർ കളറിൽ ചെയ്യുന്നത്. അതായത് ഒരു ചിത്രത്തിന് എത്ര സമയം ചെലവഴിക്കും? ഒരു ദിവസം എടുക്കുന്നുണ്ട്. ചിലതെല്ലാം 2-3 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. വാട്ടർ കളർ സിമ്പിളാണെങ്കിൽ കുറേ ടൈം എടുത്ത് കഴിഞ്ഞാൽ 2-3 ദിവസങ്ങളിൽ ചെയ്യും. അപ്പോൾ പിന്നെ ഇത് ഈ കളേഴ്സിൻ്റെ മാജിക് എങ്ങനെയാണ് തീർക്കുന്നത്? ഇപ്പോൾ നമുക്ക് പിന്നെ കളേഴ്സിൽ ഇപ്പോൾ ഇവിടെ കിട്ടാത്ത കളറുകൾ നമ്മൾ സംയോജിപ്പിച്ച് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് കളറിൻ്റെ മാജിക് സംഭവിക്കുന്നത്? അത് നമ്മൾ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന കളറുകളുടെ കളറും കൂട്ടിച്ചേർത്ത് ചെയ്യുന്നു. മൈൻഡിൽ കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഈ ശില്പത്തിലേക്ക് വരാം. നമുക്ക് ശില്പ നിർമ്മാണത്തിൽ എങ്ങനെയാണ്? ചിത്രം വരക്കാറുണ്ട് എന്ന് പറഞ്ഞു, ശില്പ നിർമ്മാണത്തിൽ എങ്ങനെയാണ് എത്തിയത്? ശില്പം പണ്ടൊന്നും അത്ര എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം മറ്റേ അക്കാദമിയിൽ പോയ സമയത്ത് അന്ന് ശില്പം കണ്ടിട്ട് ഇഷ്ടമൊന്നുമല്ല, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ സക്സസ് ആയി? അതിൽ ഓക്കെ ആയി, ഏകദേശം ഓക്കെ ആയി. ഇപ്പോൾ 3 ശില്പങ്ങളാണ് തീർത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ചിത്രത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പം ഭാവനയിൽ ഉള്ള ചിത്രമാണോ വരക്കുന്നത്, അല്ല എങ്ങനെ നോക്കി വരക്കുന്നതാണോ? എങ്ങനെയാണ് ആ രീതി? എങ്ങനെയാണ് ഭാവനയിലും വരക്കുന്നത് നോക്കിയിലും വരക്കുന്നത്? അപ്പോൾ ഏറ്റവും നല്ല നോക്കിയിട്ട് വരക്കുന്നതാണ് തോന്നുന്നു. അതിന് മാറ്റിയിട്ട് ഭാവനയിലാണെങ്കിൽ 2 മണി കൂട്ടിച്ചേർത്ത് വരക്കുന്നത്. ബാക്കി അനന്തുവിൻ്റെതായ ഐഡിയാസ് ഉപയോഗിച്ച് വരക്കുന്നു. അനന്തുവിൻ്റെ ആദ്യ ചിത്ര പ്രദർശനമാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗാലറിയിൽ നടക്കുന്നത്. എന്തായാലും 30ഓളം ചിത്രങ്ങളും ശില്പങ്ങളും ഇവിടെ പ്രദർശനത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അനന്തുവിന് ഭാവിയിലും ഇതുപോലെ തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.